Let's welcome to the channel. This is Nishan from Virtual Companion. Welcome back to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഗാണ്ട സെക്കൻഡ് ഭാഗത്തിൻ്റെ ടീസർ റിലീസായിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ റിയാക്ഷൻ ചെയ്യാം. ഇതിൻ്റെ ഗ്ലിംസോ ഫസ്റ്റ് ലുക്കോ എന്തെങ്കിലും ഒരെണ്ണം വൈകിട്ട് വരുമെന്ന് ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ടീസറാണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്നാലും നമുക്ക് ടീസർ കാണാം. ബാലയുടെ ഫാനാണെങ്കിൽ ട്രോൾ ചെയ്യാനല്ല, എനിക്ക് പുള്ളിനെ വളരെയധികം ഇഷ്ടമാണ്. ഒരുപാട് പേര് ട്രോൾ ചെയ്യുമായിരിക്കും, പക്ഷേ പുള്ളിയുടെ ഒരു ഏജ് വെച്ചിട്ട് ചില നമ്മൾ പറയുമല്ലോ ഒരുപാട് മാസിൻസൊക്കെ ചളിയായി പോയെന്ന്, പക്ഷേ പുള്ളി എന്ത് ചെയ്താലും അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പക്ക ഒരു കമേഴ്ഷ്യൽ ഹീറോ ആണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ നമുക്ക് വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് റിയാക്ഷൻ ചെയ്തിട്ട് നമുക്ക് വീഡിയോ കഴിയുമ്പോൾ നമുക്ക് ബാക്കി സംസാരിക്കാം. ലെറ്റ്സ് പ്ലേ. నువ్వు చూస్తావా? అమాయకుల ప్రాణాలు చూస్తావా? వేదం చదివిన శరభం యుద్ధానికి దిగింది. ദസറ കൊള്ളാം, സംഭവം പൊളിയാണ്. പക്ഷേ നമ്മളിതിനകത്ത് ബാലയ്യ സാറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക്കൊന്നും നോക്കാൻ പാടില്ല. പക്ഷേ ഒരു കമേഴ്ഷ്യൽ സിനിമയായിട്ട് കാണുമ്പം ഓക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം ഈക്വലായിട്ടാണ്. അതായത് സംഭവം അടിപൊളിയാണെന്ന് പറയാൻ ഓക്കെയാണ്. സെയിം ടൈമിൽ സിനിമയുടെ VFX എനിക്ക് അത്ര അങ്ങോട്ട് ഏറ്റില്ല. അതെന്തോ എത്ര നല്ലതാണോ അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഏതായാലും കുറേ സമയമുണ്ട് അവരതൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും എന്ന് തോന്നുന്നു. ആ കട്ടിനെ ചുറ്റി ബ്ലഡ് വരുന്ന ഒരു പോർഷനൊക്കെ ശരിക്കും നമ്മൾ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന ഒരു സംഭവം പോലെയൊക്കെയാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ശരിക്കും ആ ക്രോമോ പോലെ യൂസ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കാണുമ്പോൾ. ഏതായാലും അവർ ഇച്ചിരി കൂടെ ശ്രദ്ധിക്കുമായിരിക്കും. സോ പ്ലീസ് ഈ ടീം ഇതൊന്ന് ശ്രദ്ധിക്കണം. CG ശരിക്കും പാളിപ്പോയ ഒരു സംഭവമാണ് അതിനകത്ത് കാണുന്നത്. പക്ഷേ ഐഡിയോളജി കൊള്ളാം കേട്ടോ. അവർ മേക്ക് ചെയ്തേക്കുന്ന ഒരു സംഭവം പൊളിയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, സ്റ്റേജിങ് എന്ന് പറയാം, നമ്മളൊരു സംഭവം ഇതിങ്ങനെ വരണം ഈ സമയത്ത് ഇങ്ങനെ കാണിക്കണം എന്നുള്ളൊരു സംഭവം എഴുത്തൊക്കെ ഓക്കെയാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ട് സ്ക്രീനിൽ വരുമ്പോൾ അത് അങ്ങനെ തന്നെ വരണം. അതിനെയാണ് സ്റ്റേജിങ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിങ്ങിൽ എനിക്കത്ര പോരാ ഇത് കണ്ടപ്പം. പക്ഷേ സംഭവം പൊളിയാണ്, ഐഡിയോളജി ഓക്കെയാണ്. പക്ഷേ ആ CG ഒക്കെ ശരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചേക്കുന്നത്. അതൊന്നായിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ബാലയുടെ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ട്രോൾ ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ ശരിക്കും ഈ ഇടയ്ക്കായിട്ട് ഇറങ്ങിയ സിനിമകളൊക്കെ പുള്ളി നല്ല പോലെ ചെയ്തിട്ടുണ്ട്. അതിലും ശരിക്കും ഞാൻ ലാസ്റ്റ് പുള്ളി കണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ദാത്തൂസ് മഹാരാജ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. കാരണം ഒരു സാധാ ഒരു ക്ലീഷേ സ്റ്റോറിയാണ്. പക്ഷേ പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ടും മെയിനായിട്ട് പറയേണ്ടത് സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയാണ്. ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ആയിരിക്കട്ടെ, ടെക്നിക്കൽ വശങ്ങളെല്ലാം കൊണ്ട് തന്നെ അടിപൊളി സിനിമയാണത്. നിങ്ങൾക്ക് കാണാത്തവരാരെല്ലാം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇപ്പോൾ കാണാൻ കേട്ടോ, അടിപൊളി സിനിമയാണത്. സോ അതേപോലെ തന്നെയാണ് ഈ സിനിമയും. നമുക്ക് ദസറ 25/9/2025 സെപ്റ്റംബർ 25 റിലീസാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നീക്കി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവ് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ഫ്രം നിഷാൻ. താങ്ക് യു.